എത്ര സമയം ക്യൂ നിൽക്കാൻ തുടങ്ങി? 2 മിനിറ്റ് നിൽക്കാൻ 2 മണിക്കൂർ. 2 മണിക്കൂറോളം ബ്ലോക്കായി നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ നേരെയാക്കണം. നേരെയാക്കിയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ നേരത്തെ വന്ന് പോയതാ. 12 മണിക്ക് 1 മണിക്കൂർ നിന്ന് ഇനി വന്ന് നിൽക്കുക. ഓക്കെ, നേരത്തെ എത്ര മണിക്കാണ് വന്നേ? ഞാനൊരു വൈകുന്നേരം 12 മണിക്ക് വന്നു. 12 മണിക്ക് വന്നിട്ട് ഓടിക്കാൻ പറ്റില്ല. പൊട്ടിയില്ല. എത്ര മണിക്ക് വന്നാ? ഞങ്ങൾ 12 മണിയാകുമ്പോഴത്തേയാണ് 12 മണിക്ക് വന്നു. വീണ്ടും പോയിട്ട് വന്നു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം ഇപ്പൊ BJP വളരെ ഗുരുതരമായ അവസാനം പോകും. ഇപ്പോ സമയം കഴിഞ്ഞാലും പിന്നെയും ഈ നിൽക്കുന്നവരെ മുഴുവൻ വോട്ട് ചെയ്യാൻ അനുവദിച്ചല്ലേ പറ്റുള്ളൂ. ഇത് ഇത്രയും വൈകുന്ന എന്താണ്? അതിന് വേറൊരു സംവിധാനം ഒരുക്കാൻ കഴിയുന്നില്ല. അല്ല, അതിലൊരു ഗുരുതരമായ വീഴ്ച വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുക. കാരണം ഇപ്പോൾ ഈ ഇതിൽ വന്നിരിക്കുന്നവരൊക്കെ 12 മണിക്ക് വന്നു, ചിലർ 3 മണിക്കൂറായിട്ട് നിൽക്കുന്നു. 12 മണിക്ക് വന്നിട്ട് വീണ്ടും പോയിട്ട് വന്നവരുണ്ട്. എത്ര മണിക്ക് വന്നാണ്? അരമണിക്കൂറായി. നിങ്ങളൊക്കെ 3/4 മണിക്കൂറായി. അപ്പം ഇങ്ങനെ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നത് താൽക്കാലികമായി അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ യന്ത്രത്തിലുകാർ പരിഹരിച്ചിട്ട് വേണം ഇനി ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ക്യൂ ഇവിടെ കാണുന്നത്. ഇക്കാര്യം പരിഹരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിരുന്നതാണ്. നമ്മൾ ആ പ്രതികരണം എടുത്തപ്പോൾ ആ യുവാവ് 12 മണിക്ക് വന്നിട്ട് പോയതാണ്, വീണ്ടും വന്നതാണ്. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയെ വളരെ ഗൗരവത്തോടു കൂടി ഇത് എടുക്കേണ്ട വിഷയമാണ്. അപ്പോൾ കൂടുതൽ ആളുകളെ റിട്ടേണിംഗ് ഓഫീസർ അവിടേക്ക് മറ്റുദ്യോഗസ്ഥരെയൊക്കെ കൂടുതലായി ഇപ്പോൾ നിയോഗിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്? തീർച്ചയായും. സാധാരണ ഇത്തരം കേസുകൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കുകയാണ്, കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കുക. കാരണം 12 മണിക്ക് വന്നിട്ട് വോട്ട് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല. 3 മണിക്കൂറായിട്ട് ക്യൂ നിൽക്കുന്നവരുണ്ട്. ഇപ്പം കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യാനായിട്ട് വരിക. പ്രത്യേകിച്ച് ഈ നഗരപ്രദേശങ്ങളിൽ 3 മണിക്ക് ശേഷമാണ് നല്ല തിരക്ക് വരുന്നത്. ആ സമയത്ത് ഇത്തരം യന്ത്ര തകരാറുകൾ എങ്ങനെ പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ്. എന്തായാലും അവിടെ ഈ 56 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ്റെ തകരാറുകൾ പരിഹരിക്കാൻ ശ്രമം നടത്തുന്നു. ഒപ്പം പുതിയ വോട്ടിംഗ് മെഷീൻ വന്നിട്ടുണ്ട്. ബിജു, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണല്ലോ ഇപ്പൊ ഈ NDA സ്ഥാനാർത്ഥി ഉന്നയിച്ചത്. മനഃപൂർവ്വം വൈകിപ്പിക്കുന്നത് പോലെ കുറെ നേരം ആളുകൾ നിന്ന് അവസാനം മടുത്ത് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ അത് ഏത് പാർട്ടീനെയാണ് ബാധിക്കുക എന്നറിയില്ല. ഇത് വേറെ എവിടെയെങ്കിലും ഇതേപോലെ ഇങ്ങനെ ഒരു വൈകിപ്പിക്കുന്നു എന്നൊരു പ്രതീതി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അല്ല, വേറെ ബൂത്തുകളിലൊന്നും ഇത്ര ഒരു ആരോപണം വന്നില്ല. പൊതുവേ രാവിലെ മുതൽ വോട്ടിംഗ് മന്ദഗതിയിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ചിലപ്പോൾ ഇപ്പം 3 മണി കഴിഞ്ഞു, ഇനിയിപ്പോൾ പ്രത്യേക ടോക്കണൊക്കെ കൊടുത്തുകൊണ്ട് വോട്ടിംഗ് നടത്തേണ്ടി വരും. കാരണം അത്രയധികം ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്.